വെൽക്കം ടു ഗ്രേഡിയൻറ്റ് ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേത് 4ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഇതിന് മുന്നേയുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുന്നതായിരിക്കും നല്ലത്. നമ്മളിന്ന് റിഫ്രാക്ഷൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ള സ്കാറ്ററിങ്ങിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മുമ്പത്തെ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ നോട്ട് കിട്ടാനായിട്ടുള്ള ടെലഗ്രാം ചാനൽ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അതിന് മുമ്പേ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറക്കാതെ എന്ത് ചെയ്യുക, ക്ലാസ് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ആദ്യം കാര്യം ഒന്ന് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാൻ ശ്രമിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലോട്ട് പോകാം. സോ അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? സ്കാറ്ററിങ്ങിനെ പറ്റിയിട്ടാണ്. എന്താണ് സ്കാറ്ററിങ്? ഈ ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു കാര്യം എന്താണെന്ന് ഓർത്തു വയ്ക്കാൻ പറ്റും. സ്കാറ്റർ ചെയ്ത് പോവുക, ചിതറിപ്പോവുക എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്, അല്ലേ? സ്കാറ്റർ ചെയ്ത് പോകുക എന്ന് വെച്ചാൽ എന്തുവാണ്? ചിതറിപ്പോവുക. നിങ്ങളൊരു സ്ഥലത്തേക്ക് കുറച്ച് വെള്ളം എടുത്ത് ഇങ്ങനെ ഒരു തറയിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചു. ഈ വെള്ളം വന്ന് തറയുകൊണ്ട് എന്ത് പറ്റും? എല്ലാ ദിശയിലോട്ടും ഇങ്ങനെ ചിതറിപ്പോവുക, അല്ലേ? സ്കാറ്റർ ചെയ്ത് പോവുക എന്നാണ് പറയുന്നത്. ഒരു ക്രൗഡ്, ഒരു മീറ്റിംഗ് ഒക്കെ നമ്മൾ ഡിസ്പേഴ്സ് ചെയ്തു. നിങ്ങൾ അസംബ്ലി കൂടി എന്ന് വിചാരിക്കാം. അസംബ്ലി കൂടി കഴിഞ്ഞാൽ അസംബ്ലി പിരിച്ചുവിടുമ്പോൾ എന്ത് പറ്റും? എല്ലാവരും ലൈനായിട്ടൊക്കെയാണോ പോകുന്നത്? ഞാൻ പഠിച്ച സ്കൂളിലൊന്നും അങ്ങനെ അല്ലായിരുന്നു. എല്ലാവരും എന്ത് ചെയ്യും? എങ്ങോട്ടെങ്കിലുമൊക്കെ തെന്നിയും തെറിച്ചൊക്കെ അങ്ങനെ പോകും. അപ്പോൾ അതുപോലെ ലൈറ്റും എന്ത് ചെയ്യും? ഇങ്ങനെ പല സ്ഥലങ്ങളിലോട്ട് തെറിച്ചു പോകും. ആ ലൈറ്റ് തെറിച്ചു പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്കാറ്ററിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ തെറിച്ചു പോകണമെങ്കിൽ എന്ത് വേണം? അവിടെ എന്തെങ്കിലും ഒരു തടസ്സം വേണം, അല്ലേ? സോ ലൈറ്റ് ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് സഞ്ചരിക്കുകയെന്ന് വിചാരിക്കുക. ലൈറ്റിൽ ഞാനിങ്ങനെ വേവിൻ്റെ ഫോമിലാണ് എന്ത് ചെയ്യുന്നത്? റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വേവിൻ്റെ ഫോമിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ലൈറ്റ് പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടോ എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇതാ ഒരു തടസ്സം, ഒരു പാർട്ടിക്കിളുണ്ട്. എന്ത് പറ്റും? ഈ ലൈറ്റ് തട്ടി എന്ത് പറ്റും? ഇങ്ങോട്ട് തെറിച്ചു പോവാം, ഇങ്ങോട്ട് തെറിച്ചു പോവാം, ഇങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് പോവാം. ഇനി ചെറിയ പാർട്ടിക്കിളാണെന്ന് വിചാരിക്കുക, എങ്കിൽ എന്ത് പറ്റാം? തെറ്റി ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഏത് ദിശയിലോട്ടും തെറിച്ചു പോവാം. സോ ഇത്തരത്തിൽ ഒരു മീഡിയത്തിൽ ഉള്ള പാർട്ടിക്കിൾ, ഒരു മീഡിയത്തിലുള്ളൊരു പാർട്ടിക്കിൾ, ഈ പാർട്ടിക്കിൾ ലൈറ്റ് വന്ന് തട്ടുകയും തട്ടിയിട്ട് ഏതെങ്കിലും ദിശയിലോട്ടൊക്കെ ഇറഗുലറായിട്ടോ അല്ലെങ്കിൽ പാർഷ്യലായിട്ട്, അതായത് പൂർണ്ണമായിട്ടല്ല ഭാഗികമായിട്ടൊക്കെ എന്ത് ചെയ്യുകയാണ്? തട്ടി തെറിച്ച് പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്കാറ്ററിങ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? സ്കാറ്ററിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്കാറ്ററിങ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യാം? 2 കാര്യങ്ങളെയാണ് സ്കാറ്ററിങ് പ്രധാനമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള പാർട്ടിക്കിൾ ഉണ്ടല്ലോ, ഈ പാർട്ടിക്കിളിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ഏത് ലൈറ്റാണോ പോകുന്നത് ആ ലൈറ്റിനെ എന്തിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യും? ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യും. ഇതിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യും? ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ പാർട്ടിക്കിൾ സൈസ് എന്ന് വെച്ചാൽ എന്താവാം? ചെറിയ ടൈനി പാർട്ടിക്കിൾസ് ആകാം, കുറച്ചുകൂടി വലിയ പാർട്ടിക്കിൾസ് ആവാം, അല്ലെങ്കിൽ എക്സ്ട്രീംലി വലിയ പാർട്ടിക്കിൾസ് ആകാം. ഇനി വേവ് ലെങ്ത് എന്ന് വെച്ചാൽ നമുക്കറിയാം, അല്ലേ? വേവ് ലെങ്ത് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 2 തരം വേവ് ലെങ്ത് ഉണ്ട്, അല്ലേ? ഒന്ന് ഷോർട്ടർ വേവ് ലെങ്ത് റേഡിയേഷൻസ് ഉണ്ട്, വയലറ്റിനെ പോലെ. അല്ലെങ്കിൽ ലോങ്ങർ വേവ് ലെങ്ത് റേഡിയേഷൻസ് ഉണ്ട്, റെഡിനെ പോലെ. ഇതും എന്തിനെ അഫക്റ്റ് ചെയ്യും? സ്കാറ്ററിങ്ങിനെ അഫക്റ്റ് ചെയ്യും. നിങ്ങൾ ഈ സ്കാറ്ററിങ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ആകാശത്തേക്ക് നോക്കുമ്പോൾ ആകാശം നീല നിറത്തിലല്ലേ കാണുന്നത്? ആ ആകാശത്തിൻ്റെ നീല നിറത്തിന് പിന്നിൽ എന്താണ്? ലൈറ്റിൻ്റെ സ്കാറ്ററിങ് ആണ്. നിങ്ങൾ ടിൻഡൽ എഫക്റ്റ് നേടിയിട്ടുണ്ടോ? ഇനി കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടാകും. എന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങളൊരു ഇരുട്ടുള്ള ഒരു മുറിയിൽ ഒരു ജനൽ തുറന്നിട്ടേക്കാണ്. ആ ജനലിലൂടെ മാത്രം ലൈറ്റ് ഇങ്ങനെ മുറിയിലേക്ക് വരികയാണ്. ആലോചിക്കുക. ആ ലൈറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, അല്ലേ? ആ ലൈറ്റിൻ്റെ പാത്ത് ഇങ്ങനെ വിസിബിളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതെന്തുവാണ്? ലൈറ്റിൻ്റെ സ്കാറ്ററിങ് കൊണ്ട് ഉണ്ടാകുന്നൊരു കാര്യം. അതിനെ ടിൻഡൽ എഫക്റ്റ് എന്ന് പറയും. ഇനി സൂര്യൻ ഉദിക്കുന്ന സമയത്ത്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എണീക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. അല്ലെ ഉറപ്പായിട്ട് സൂര്യൻ അസ്തമിക്കുന്ന കണ്ടിട്ടുണ്ടായിരിക്കും ബീച്ചിലൊക്കെ പോകുമ്പോൾ, അല്ലേ? അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്നായാലും ശരി, നമ്മൾ അസ്തമയ സമയത്തും ഉദിക്കുന്ന സമയത്തും നമ്മൾ ആകാശത്തിനൊരു ചുവപ്പ് നിറം കാണാറുണ്ട്, അല്ലേ? ഒരു ഓറഞ്ച് ചുവപ്പ് ടൈപ്പ് നിറം കാണാറില്ലേ? അതിൻ്റെ പിന്നിൽ എന്ത് തന്നെയാണ്? സ്കാറ്ററിങ് തന്നെയാണ്. അപ്പോൾ ആ സ്കാറ്ററിങ്ങിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ സ്കാറ്ററിങ് എന്ന് വെച്ചാൽ, ലൈറ്റ് എന്ത് ചെയ്യാണ്? സ്കാറ്റർ ചെയ്ത് പോവുക, ചിതറി പോവുകയാണ്. എങ്ങനെ? ഇറഗുലർ ആൻഡ് പാർഷ്യൽ ഡയറക്ഷണൽ ഡീവിയേഷൻ ഓഫ് ദ ലൈറ്റ് വെൻ ഇറ്റ് എൻകൗണ്ടേഴ്സ് പാർട്ടിക്കിൾ ഇൻ എ മീഡിയം ഈസ് കോൾഡ് സ്കാറ്ററിങ്. അപ്പോൾ പാർട്ടിക്കിളിലെ മീഡിയത്തിൽ തട്ടുമ്പോൾ ലൈറ്റിനുണ്ടാകുന്ന ഭാഗികമായ പാർഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള ഡയറക്ഷൻ ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്കാറ്ററിങ് എന്ന് വിളിക്കുന്നത്. സ്കാറ്ററിങ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? 2 കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് പാർട്ടിക്കിൾസിൻ്റെ സൈസിനെയും ഒന്ന് അവിടെ ഉണ്ടാകുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്തിനെയും ഡിപ്പെൻഡ് ചെയ്യും. നമ്മുടെ ആകാശത്തിൻ്റെ നീല നിറം, കടലിൻ്റെ നീല നിറം, അതുപോലെ സൂര്യ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും ചുവപ്പ് നിറത്തിൽ കാണുന്നതൊക്കെ എന്തിൻ്റെ ഫലമാണ്? സ്കാറ്ററിങ്ങിൻ്റെ ഫലമാണ്. സോ നമുക്കതിൽ ആദ്യം എന്ത് ചെയ്യാം? പാർട്ടിക്കിൾ സൈസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പാർട്ടിക്കിൾ സൈസ് നിങ്ങൾ ആദ്യം ലോജിക് ഉപയോഗിച്ച് പഠിക്കുക, എന്നിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ എക്സ്പെരിമെൻറ്റിലോട്ട് പോകാം.
നോക്കട്ടെ, ചെറിയ പാർട്ടിക്കിളാണെന്ന് വിചാരിക്കുക. എന്താണ്? ചെറിയ പാർട്ടിക്കിളാണ് മീഡിയത്തിലുള്ളത്. അപ്പോൾ ലൈറ്റ് എന്ന് പറയുന്നത് എന്ത് പറ്റിയാണ്? ഇതിൽ കൂടി കടന്നു പോവുകയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, ചെറിയ പാർട്ടിക്കിളിൽ ഇങ്ങനെ മീഡിയത്തിൽ പോകുമ്പോൾ ചെറിയ പാർട്ടിക്കിളിന് തട്ടാനുള്ള സാധ്യത കുറവല്ലേ? കുറവാണോ അല്ലേ? കുറച്ചുകൂടി വലിയ പാർട്ടിക്കിളാണെങ്കിൽ എന്ത് പറ്റും? ഈ പറയുന്ന പാർട്ടിക്കിൾസിനെ ലൈറ്റ് തട്ടാനുള്ള സാധ്യത എന്ത് ചെയ്യും? കൂടും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, പാർട്ടിക്കിൾസിൻ്റെ സൈസ് സ്മോൾ ആണെങ്കിൽ, പാർട്ടിക്കിൾസിൻ്റെ സൈസ് എന്താണ്? സ്മോൾ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സ്കാറ്ററിങ്ങിൻ്റെ അളവ് എന്തായിരിക്കും? കുറവായിരിക്കും. ഇനി പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് കൂടുതലാണെങ്കിൽ, ലാർജ് സൈസുള്ള പാർട്ടിക്കിൾ ആണെങ്കിൽ അവിടെ സ്കാറ്ററിങ്ങിൻ്റെ അളവ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. സ്കാറ്ററിങ്ങിൻ്റെ അളവ് എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ? മീഡിയത്തിലൂടെ ലൈറ്റ് ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്ന ലൈറ്റ് പാർട്ടിക്കിൾസിന് തട്ടാനുള്ള സാധ്യത കൂടുതൽ എവിടെയായിരിക്കും? പാർട്ടിക്കിൾസ് കുറച്ച് വലുതായിട്ടിരിക്കുമ്പോഴായിരിക്കും തട്ടാനുള്ള സാധ്യത കൂടുതൽ അല്ലേ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും സ്കാറ്ററിങ് കൂടുതൽ ലാർജ് പാർട്ടിക്കിൾസ് ഉള്ളപ്പോഴായിരിക്കും, സ്കാറ്ററിങ് കുറവ് സ്മോൾ പാർട്ടിക്കിൾസ് ഉള്ളപ്പോഴും ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി ഇങ്ങനെ പോകുമ്പോൾ വേവ്സ് ഉണ്ടല്ലേ, അപ്പോൾ വേവ് ലെങ്തിനും സ്ഥാനമുണ്ട്. നമുക്ക് ഈ എക്സാമ്പിൾ തന്നെ എടുക്കാം. പാർട്ടിക്കിൾസ് ചെറുതായിക്കോട്ടെ, അവിടെ തന്നെ നിൽക്കട്ടെ. രണ്ട് തരം വേവ് ഇതുവഴി കടന്നു പോകുന്നു എന്ന് വിചാരിക്കാം. ഒന്ന് നമ്മുടെ വയലറ്റ് വേവ്, ഒന്ന് നമ്മൾ ഏതാണ്? വയലറ്റ് വേവ്. നോക്കടാ, വയലറ്റ് വേവ് നിങ്ങൾക്കറിയാം, അതിൻ്റെ വേവ് ലെങ്ത് കുറവാണ് അല്ലേ? അപ്പോൾ എന്ത് പറ്റും? നോക്കടാ, ഈ പറയുന്ന മീഡിയത്തിനകത്തുള്ള പാർട്ടിക്കിൾസിന് തട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് കൂടുതലല്ലേ? ആണ്. ഇത് നേരെ മറിച്ച് ഇതുവഴി പോകുന്ന റെഡാന്ന് വിചാരിക്കുക. റെഡ് ആലോചിച്ച് നോക്കിയേ, റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്, അപ്പോൾ പാർട്ടിക്കിൾസിന് തട്ടാനുള്ള സാധ്യത കുറവല്ലേ? ഇവിടെ രണ്ട് പാർട്ടിക്കിൾ തട്ടിയപ്പോൾ ഇവിടെ എത്ര? 1 2 3 4 5 എണ്ണത്തിന് എന്ത് ചെയ്തു? വയലറ്റ് തട്ടി. അപ്പോൾ അത് വെച്ച് നമുക്ക് പറഞ്ഞൂടെ? എന്ത് പറയാം? ഈ പറയുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് കുറവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഏത് ലൈറ്റ്? വയലറ്റ് ലൈറ്റ്. പാർട്ടിക്കിൾസിൻ്റെ വേവ് ലെങ്ത് കുറവാണെന്ന് വെച്ചാൽ ഇങ്ങനെ അടുത്തടുത്താണ് വേവ് എന്ത് ചെയ്യുന്നത്? സഞ്ചരിക്കുന്നതെന്ന് അർത്ഥം. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സ്കാറ്ററിങ്ങിൻ്റെ അളവ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. നേരെ മറിച്ച് ഈ പറയുന്ന വേവ് ലെങ്ത് എന്ന് പറയുന്നത് കൂടുതലാണ് എന്ന് വെച്ചാൽ എന്താ? അതാ റെഡ് പോലെ കണ്ടോ? റെഡ് പോലെ എന്താ വേവ് ലെങ്ത് എന്ന് വെച്ചാൽ? അടുത്തടുത്തുള്ള രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ദൂരം അല്ലേ? അടുത്തടുത്തുള്ള രണ്ട് ഒരേ ഫേസിലുള്ള പോയിന്റുകൾ തമ്മിലുള്ള ദൂരം. ഇവിടെ അത് അടുത്താണ്, സോ വേവ് ലെങ്ത് കുറവെന്ന് പറഞ്ഞു. ഇവിടെ ആണെങ്കിലോ ഇത്രയും ദൂരം ഉണ്ടല്ലേ, അപ്പോൾ വേവ് ലെങ്ത് നമ്മൾ എന്ത് പറഞ്ഞു? കൂടുതലെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പറ്റും? പാർട്ടിക്കിൾസിന് തട്ടാനുള്ള സാധ്യത കുറവാണ്. സോ ഇവിടെ എന്തായിരിക്കും? ഇവിടെ സ്കാറ്ററിങ്ങിൻ്റെ അളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് പറയാമല്ലോ, ഏറ്റവും കൂടുതൽ സ്കാറ്റർ ചെയ്യുന്ന കളർ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാം? അത് വയലറ്റാന്ന് പറയാം. എന്നാൽ ഏറ്റവും കുറവ് മാത്രം സ്കാറ്റർ ചെയ്യുന്ന കളർ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏത് പറയാം? അത് റെഡാന്ന് പറയാം. അപ്പോൾ ഏറ്റവും കുറവ് സ്കാറ്റർ ചെയ്യുന്ന കളർ റെഡ്, ഏറ്റവും കൂടുതൽ സ്കാറ്റർ ചെയ്യുന്നത് വയലറ്റ്. കാരണം വയലറ്റിൻ്റെ വേവ് ലെങ്ത് കുറവാണ്, റെഡിൻ്റെ വേവ് ലെങ്ത് കൂടുതലാണ്. സോ അത് കുറച്ച് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? സ്കാറ്റർ ചെയ്യുള്ളൂ. ഡേഞ്ചർ സൈനുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ പറയുന്ന ഡേഞ്ചർ സൈനുകളൊക്കെ റെഡ് കളറിലാണ് കാണുന്നത്. എന്തുകൊണ്ടാണ്? വേവ് ലെങ്ത് കൂടുതലായതുകൊണ്ടല്ല, വേവ് ലെങ്ത് കൂടുതലായതുകൊണ്ടാണ്. പക്ഷേ എന്താണ്? സ്കാറ്ററിങ് കുറവാണ്. അപ്പോൾ ഒരുപാട് ദൂരം ഈ അറ്റ്മോസ്ഫിയറിലൂടെ സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ ദൂരേന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ റെഡ് കളറിനെ തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഡേഞ്ചർ സൈനൊക്കെ എന്ത് കാണിക്കുന്നത്? റെഡ് കളറിൽ കാണിക്കുന്നു. അപ്പോൾ അതിനും ഇതുമായിട്ട് ബന്ധമുണ്ട്. അത് ഒന്ന് ഓർത്ത് വയ്ക്കുക, പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം. ശരിയാണല്ലോ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഓക്കെയാണ് അല്ലേ? സ്കാറ്ററിങ്ങും പാർട്ടിക്കിൾ സൈസും. ഇനി ഇത് എക്സ്പെരിമെൻ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ടെക്സ്റ്റ് ബുക്ക് നമ്മൾ എടുത്തു. സ്കാറ്ററിങ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത് കേട്ടോ. അറ്റ്മോസ്ഫിയറിലൂടെ ഈ പറയുന്ന ലൈറ്റ് ഇങ്ങനെ ഇറഗുലറായിട്ട് തട്ടിപ്പോകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്കാറ്ററിങ് എന്ന് വിളിക്കുന്നത്. ആകാശത്തിൻ്റെ നീല നിറം എന്ത് കാരണമാണ്? സ്കാറ്ററിങ് കാരണമാണ്. സോ സ്കാറ്ററിങ് ഇസ് ദ ഇറഗുലർ ആൻഡ് പാർഷ്യൽ ഡയറക്ഷൻ ഡീവിയേഷൻ ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് എൻകൗണ്ടേഴ്സ് എ പാർട്ടിക്കിൾ ഇൻ എ മീഡിയം. അപ്പോൾ ഈ സൈസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത എന്താണ്? ഇവിടെ കൂടുതലാണ്. സോ എന്താ എക്സ്പെരിമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബീക്കർ എടുത്തു. നമ്മൾ എന്തെടുത്തു? ഒരു ബീക്കർ എടുത്തു. കണ്ടോ, ഈ ബീക്കറിൻ്റെ ഒരു വശത്ത് നമ്മളൊരു ടോർച്ച് ലൈറ്റ് അടിച്ച് വെച്ചേക്കുകയാണ്. പക്ഷേ ഇപ്പുറത്ത് നോക്കിയപ്പോൾ നമുക്ക് ഇവിടെ കാണുന്നത് വൈറ്റ് ലൈറ്റ് ആണെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ കാണുന്ന ഏത് കളർ ലൈറ്റാണ്? റെഡ് കളർ ലൈറ്റാണ്. എന്താ സംഭവം? ഈ പറയുന്ന ബീക്കറിനകത്താണ് പ്രത്യേകത ഇരിക്കുന്നത്. ഈ പറയുന്ന ബീക്കറിനകത്ത് നമ്മൾ സോഡിയം തയോസൾഫേറ്റ് എടുത്തേക്കുകയാണ്. എന്തെടുത്തേക്കാണ്? സോഡിയം തയോസൾഫേറ്റ് എടുത്തേക്കാണ്. അതിലോട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്ത് എന്തെടുത്തേക്കാണ്? ആദ്യം പച്ചവെള്ളം, അതിലേക്ക് നമ്മൾ സോഡിയം തയോസൾഫേറ്റ് മിക്സ് ചെയ്തു. സോഡിയം തയോസൾഫേറ്റ് മിക്സ് ചെയ്തതിന് ശേഷം അതിൽ 1-2 ഡ്രോപ്പ് ഹൈഡ്രോക്ലോറിക് ആസിഡ് മിക്സ് ചെയ്തു. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വെറും പച്ചവെള്ളം മാത്രം വെച്ചിരുന്നപ്പോൾ, ടോർച്ച് വെച്ചിരുന്നപ്പോൾ, ലൈറ്റ് അടിച്ചപ്പോൾ ഇവിടെ വന്നത് എന്ത് തന്നെയായിരുന്നു? വൈറ്റ് ലൈറ്റ് തന്നെ ആയിരുന്നു. ഇവിടെ എന്തുണ്ട്? സാധാ വെള്ളമുണ്ട്.
പക്ഷേ നമ്മൾ അതിലേക്ക് സോഡിയം തയോസൾഫേറ്റ് ആഡ് ചെയ്തു, അപ്പോഴും വൈറ്റ് ലൈറ്റ് തന്നെയാണ്. എപ്പോഴാണോ നമ്മൾ HCl ആഡ് ചെയ്തിരുന്നത് അപ്പോഴത്തേക്ക് എന്ത് പറ്റും, ഈ കളർ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മാറി മാറി അത് എന്തിലോട്ട് എത്തും, റെഡ് കളറിലോട്ട് എത്തും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സോഡിയം തയോസൾഫേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യും. എന്നിട്ടൊരു കൊളോയിഡ് ഉണ്ടാക്കും. എന്നിട്ട് എന്തുണ്ടാക്കും, ഒരു കൊളോയിഡ് ഉണ്ടാക്കും. ഓക്കെ, എന്തുണ്ടാക്കും, കൊളോയിഡ് ഉണ്ടാക്കും. അപ്പോൾ ഈ പറയുന്ന കൊളോയിഡ് എന്ന് പറയുന്നത് സൾഫറാണ്. ഓക്കെ, സൾഫർ കൊളോയിഡ് ഉണ്ടാകും. ഇത് എന്നിട്ട് എന്ത് ചെയ്യും, അതിലിങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കിടക്കും. എന്താ കൊളോയിഡ് എന്ന് വെച്ചാൽ, വെള്ളത്തിൽ നമ്മളൊരു സാധനത്തിന് അലിയിക്കുമ്പോൾ അത് അലിയുന്നു, ഡിസോൾവ് ചെയ്ത് പോയാൽ ഓക്കെ. ചിലത് ഡിസോൾവ് ചെയ്യാതെ അതിനകത്ത് തന്നെ ഇങ്ങനെ തങ്ങിക്കിടക്കും. കുറച്ച് ചെളി എടുത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ചെളി വെള്ളമായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ഇങ്ങനെ പാർട്ടിക്കിൾസ് ഇങ്ങനെ അനങ്ങുന്നതായിട്ട് കാണാൻ പറ്റത്തില്ലേ. അപ്പോൾ അതുപോലെ വരുന്ന ഒരു സാധനമാണ് കൊളോയിഡ് എന്ന് പറയുന്നത്. പാല് നല്ലൊരു എക്സാമ്പിളാണ് കൊളോയിഡിൻ്റെ. ഓക്കെ, അപ്പോൾ ഈ കൊളോയിഡാണ് എന്ത്, സോഡിയം തയോസൾഫേറ്റും എന്ത് പറ്റും, സൾഫേറ്റ് എന്ന കൊളോയിഡ് ഉണ്ടാകും. ഇനി എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊളോയിഡ് പാർട്ടിക്കിൾസ് സൈസ് ഗ്രാജുവലി കൂടിക്കൊണ്ടിരിക്കും. അതായത് ആദ്യം ചെറിയ തരികളായിരിക്കും, കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റും, കുറച്ചുകൂടി വലിയ തരികളാകും. കുറച്ചുകൂടി കഴിയുമ്പോൾ എന്ത് പറ്റും, നല്ല രീതിയിൽ എന്താണ്, വലിയ തരികളായിട്ടിത് മാറും. അപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മൾ പഠിച്ച പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പോവുകയാണെ. പാർട്ടിക്കിൾസിൻ്റെ സൈസ് ഏറ്റവും കുറവ്. അപ്പോൾ നിങ്ങൾക്കറിയാം സ്കാറ്ററിങ്ങിൻ്റെ അളവ് എന്തായിരിക്കും, കുറവായിരിക്കും. ഇവിടെ എത്തിയപ്പോൾ പാർട്ടിക്കിൾസിൻ്റെ സൈസ് കൂടി, അപ്പോൾ സ്കാറ്ററിങ്ങിൻ്റെ അളവ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അല്ലേ ആലോചിച്ച് നോക്കും. ഇനി ഏറ്റവും കുറവ് സ്കാറ്റർ ചെയ്യുന്ന ലൈറ്റ് ഏതാ, വയലറ്റ്. കാരണം ഏറ്റവും കൂടുതൽ സ്കാറ്റർ ചെയ്യുന്ന ലൈറ്റ് ഏതാ, വയലറ്റ്. അപ്പോൾ ഇവിടെ നോർമലി ആദ്യം ഒരു പാർട്ടിക്കിളും ഇല്ലായിരുന്നു, വയലറ്റ് ലൈറ്റ് സുഖമായിട്ട് കടന്നു പോകും. ഇവിടെ പാർട്ടിക്കിൾ എത്തി, അപ്പോൾ എന്ത് പറ്റും, വയലറ്റ് ലൈറ്റ് ഇങ്ങനെ കടന്നു പോകുമ്പോൾ അതിനകത്ത് എന്തുണ്ട്, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീന്, യെല്ലോ, ഓറഞ്ച്, റെഡ് ഉണ്ടല്ലോ. ഞാൻ സ്ലൈഡാക്കി പറഞ്ഞില്ല അല്ലേ, അതായത് കുറച്ചുകൂടി എളുപ്പമെന്ന് പറയും. ഇവിടെ നോക്കിക്കോ. സോ ആദ്യത്തെ ബീക്കറിനകത്ത് പച്ചവെള്ളം, രണ്ടാമത് സോഡിയം തയോസൾഫേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞു. സമയം കഴിയുന്തോറും എന്ത് മാറ്റങ്ങളാണ് വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം ഇതിനകത്ത് പ്രത്യേകിച്ച് പാർട്ടിക്കിൾസ് ഒന്നുമില്ല, വയലറ്റ് സുഖമായിട്ട് കടന്നുപോയി. അടുത്ത് വന്നപ്പോഴത്തേക്ക് ഇവിടെ എന്തുണ്ട്, ഇവിടെ ചെറിയ സൈസ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇവിടെ എന്തുണ്ട്, ചെറിയ സൈസിലുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസിൽ കൂടെ എന്ത് പറ്റുകയാണ്, ലൈറ്റ് കടന്നു പോവുകയാണ്. എന്ത് പറ്റും, ഇതിനകത്തുള്ള വയലറ്റ് ലൈറ്റ് ഇങ്ങനെ വേവ് ലെങ്ത് കുറവല്ലേ, അത് എന്ത് പറ്റും, ഇതുമായിട്ട് ഇങ്ങനെ എല്ലാ പാർട്ടിക്കിൾസുമായിട്ട് തട്ടും. റെഡ് ആണെങ്കിലോ അധികം തട്ടാതെ തിരിച്ചു പോകും. സോ ഇവിടെ എന്ത് പറ്റും, നമുക്ക് ബ്ലൂ കളർ, വയലറ്റ് കളർ ആദ്യം സ്കാറ്റർ ചെയ്ത് നഷ്ടപ്പെടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആര് പോവും, ബ്ലൂ പോവും. അപ്പോൾ ഏതാണ്ട് ഒരു മഞ്ഞ കളർ ലൈറ്റ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, കുറച്ചുകൂടി സമയം കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, പാർട്ടിക്കിൾസിൻ്റെ വലിപ്പം കൂടി. പാർട്ടിക്കിൾസിൻ്റെ വലിപ്പം എന്ത് ചെയ്തു, കൂടി. അപ്പോൾ എന്ത് പറ്റും, വയലറ്റ് ലൈറ്റ് വരികയാണ്. അതിനകത്ത് എന്തുണ്ട്, വയലറ്റ് ഉണ്ട്, ഇൻഡിഗോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് പാർട്ടിക്കിൾ സൈസ് കൂടുതലാണ് അല്ലേ. ഈ പോകുന്ന വയലറ്റ് മൊത്തം എന്ത് പറ്റും, ഇവിടെ തട്ടിപ്പോവും. ബ്ലൂ മൊത്തം എന്ത് ചെയ്യും, തട്ടിപ്പോവും. ഇൻഡിഗോയും പോവും, ഗ്രീനും ഏതാണ്ട് പോവും, യെല്ലോയും പോവും, ഓറഞ്ചും പോവും. ഏതാണ്ട് അധികം തട്ടാത്ത റെഡ് മാത്രം എന്ത് ചെയ്യും, ഇപ്പുറത്ത് വരും. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് കളർ കാണുന്നത്, റെഡ് കളർ കാണുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി, പാർട്ടിക്കിൾ സൈസ് കൂടുമ്പോൾ സ്കാറ്ററിങ്ങിൻ്റെ അളവ് കൂടുന്നു. സ്കാറ്ററിങ്ങിൻ്റെ അളവ് കൂടിയോണ്ടാണ് എന്ത് പറ്റിയത്, വേവ് ലെങ്ത് കുറഞ്ഞ ആൾക്കാരെല്ലാം പോയതും വേവ് ലെങ്ത് കൂടിയ ആൾ ഇപ്പുറത്ത് എത്തിയതും. സെറ്റാണേ. അപ്പോൾ ഇതാണ് ഈ എക്സ്പെരിമെൻറ്റിൽ പറയുന്നത്. ഓക്കെ, വെൻ സോഡിയം തയോസൾഫേറ്റ് റിയാക്ട് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് കൊളോയിഡൽ സൾഫർ ഫോം ചെയ്യും. സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്താ പറ്റുന്നത്, സ്കാറ്ററിങ്ങിൻ്റെ അളവ് കൂടും. ഷോർട്ടർ വേവ് ലെങ്ത് ലൈറ്റിലേക്ക് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഒക്കെ ആദ്യം സ്കാറ്റർ ചെയ്ത് അങ്ങ് പോകും, കൂടുതൽ സ്കാറ്റർ ചെയ്ത് പോകും. ലോങ്ങർ വേവ് ലെങ്ത് ലൈറ്റ് എന്ത് പറ്റും, ലെസ് മാത്രമേ സ്കാറ്റർ ചെയ്യുള്ളൂ, അത് അപ്പുറത്തേക്ക് എത്തും. സോ നമുക്ക് പാർട്ടിക്കിൾസിൻ്റെ എഫക്റ്റ് സൈസ് മനസ്സിലായി. സ്മോൾ പാർട്ടിക്കിൾസ് ആണെങ്കിൽ സ്കാറ്ററിങ്ങിൻ്റെ അളവ് കുറവായിരിക്കും, അല്ലെങ്കിൽ ഷോർട്ടർ വേവ് ലെങ്ത് റേഡിയേഷൻസ് മാത്രമേ സ്കാറ്റർ ചെയ്യുള്ളൂ. പാർട്ടിക്കിൾ സൈസ് കൂടുമ്പോൾ എന്ത് പറ്റും, സ്കാറ്ററിങ്ങിൻ്റെ അളവ് കൂടുന്നു. അതായത് ലോങ്ങർ വേവ് ലെങ്ത് റേഡിയേഷൻസും സ്കാറ്റർ ചെയ്ത് തുടങ്ങുന്നു. അങ്ങനെ വീണ്ടും നല്ല ലാർജ് ആകുമ്പോൾ എന്ത് പറ്റും, എല്ലാ കളറും സ്കാറ്റർ ചെയ്ത് പോകും. ഇനി വീണ്ടും വലുതായ ഒരു ലൈറ്റിനെ എന്ത് ചെയ്യത്തില്ല, കടത്തി വിടത്തില്ല. ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ, ഇതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, കണ്ടോ. അപ്പോൾ എന്തായിരിക്കും, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീന് പോലെയുള്ള സാധനങ്ങളൊക്കെ പോകും. ഇനി ഇതുകൊണ്ടാണ് നമ്മുടെ ആകാശം എന്ത് കളറിൽ കാണുന്നത്, നീല നിറത്തിൽ കാണുന്നത്. അപ്പോൾ ഇത് ഓക്കെ ആണല്ലോ, സൈസ് ഓഫ് പാർട്ടിക്കിൾ സെറ്റ് ആണല്ലോ. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടിൻഡൽ എഫക്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്തുവാണ് ടിൻഡൽ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടിൻഡൽ ഇത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേരിൻ്റെ ഓർമ്മയ്ക്കാണ് എന്ത് കൊടുത്തത്, ടിൻഡൽ കണ്ടുപിടിച്ച എഫക്റ്റ് ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിച്ചു, ടിൻഡൽ എഫക്റ്റ് എന്ന് വിളിച്ചു. സോ എന്താ ടിൻഡൽ എഫക്റ്റ് എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇരുട്ട് അടഞ്ഞിരിക്കുന്ന ഒരു മുറി,
പണ്ട് ഈ ഓടിട്ട വീടൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഓടുകൾക്കിടയിലായിട്ട് ഇങ്ങനെ ഗ്ലാസ് വെച്ചൊരു ഓടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടി ഇങ്ങനെ പ്രകാശം വരുമായിരുന്നു. ഞങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ളവർക്കൊക്കെ അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളെല്ലാവരും ടെറസ് വീട്ടിൽ നിന്നൊക്കെ വരുന്നവരായതുകൊണ്ട് കാണാൻ വഴിയില്ല. അപ്പോൾ നിങ്ങൾ ഇത്ര ഇങ്ങനെ ആലോചിക്കുക, ഒരു മുറിക്കകത്ത് മൊത്തം ഇരുട്ടാണ്. ഓക്കെ, അപ്പോൾ ഇരുട്ടിനകത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്തൂടെ ഒരു ചെറിയ വെളിച്ചം മാത്രം വരികയാണെങ്കിൽ ആ വെളിച്ചം വരുന്ന പാത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. സ്കാറ്ററിങ് കാരണമാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു എഫക്റ്റിനെ, അല്ലെ അങ്ങനെ ആ പാത്ത് കാണാൻ പറ്റുന്ന ആ ഒരു എഫക്റ്റിനെ വിളിച്ച പേരാണ് എന്ത്? ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ടിൻഡൽ എഫക്റ്റ് എന്ന് വെച്ചാൽ സ്കാറ്ററിങ് തന്നെയാണ്. പക്ഷേ എന്താണ്? സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് വിത്ത് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഓർ സസ്പെൻഷൻസ് മേക്കിംഗ് ദ പാത്ത് ഓഫ് ലൈറ്റ് വിസിബിൾ. അങ്ങനെ ലൈറ്റ് പോകുന്ന പാത്ത് കാണാൻ പറ്റുന്ന ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടിൻഡൽ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടിൻഡൽ എഫക്റ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. നമ്മുടെ നോക്കി, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ കളർ ഓഫ് ദ സൺലൈറ്റ് എന്തായിരിക്കും? ഷോർട്ടർ വേവ് ലെങ്ത് ആയിരിക്കും. അത് സ്കാറ്ററിങ് നടക്കും പാർട്ടിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട്. റെഡ് എന്ന് പറയുന്നത് സ്കാറ്ററിങ് കുറവായിരിക്കും എന്നത് മനസ്സിലാക്കുക. നമുക്കിത് കളർ ഓഫ് സ്കൈ പഠിക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പഠിക്കാം. ടിൻഡൽ എഫക്റ്റിലോട്ട് വരാം. അപ്പോൾ ഇത് ട്രൈ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ബീക്കറിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് അതിനകത്ത് ചോക്കിൻ്റെ പൊടി, ചോക്കുണ്ടല്ലോ, ബോൾ എഴുതുന്ന ചോക്ക് പൊടിച്ചിട്ട് ആ പൊടി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ലൈറ്റ് ഒന്ന് അടിച്ച് നോക്കി. നിങ്ങൾക്ക് കണ്ടോ? ആ ലൈറ്റ് പോകുന്ന പാത്ത് ഇവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഈ പാത്ത് ഓഫ് ലൈറ്റ് വിസിബിൾ ആകുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടിൻഡൽ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ടിൻഡൽ എഫക്റ്റ് ഇത് മാത്രമല്ല, ഇനിയും എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ, ഈ മരങ്ങൾക്കിടയിലൂടെ ഇവിടെ കണ്ടോ, ഈ വിൻ്റർ സമയമൊക്കെ രാവിലെ എണീക്കുമ്പോൾ മരങ്ങൾക്കിടയിലൂടെ സൂര്യരശ്മികൾ വരുന്ന ആ ഒരു പാത്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? അതും എന്ത് തന്നെയാണ്? ടിൻഡൽ എഫക്റ്റിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ എന്താ ടിൻഡൽ എഫക്റ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? വെൻ ലൈറ്റ് റേ പാസസ് ത്രൂ എ കൊളോയിഡൽ ലിക്വിഡ് ഓർ സസ്പെൻഷൻ. ഒരു കൊളോയിഡ് ആയിരിക്കണം. ക്ലിയർ ആയിട്ടുള്ള ആകാശത്തൂടെ നമുക്കിങ്ങനെ ഈ പാത്ത് കാണാൻ പറ്റുമോ? പറ്റത്തില്ല. ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിലൂടെ ഈ പാത്ത് കാണാൻ പറ്റുമോ? പറ്റത്തില്ല. മുറി നല്ല ക്ലീൻ ആണെങ്കിൽ അവിടെ ഈ പാത്ത് കാണാൻ പറ്റുമോ? പറ്റത്തില്ല. എന്ത് വേണം? അതൊരു കൊളോയിഡൽ സൊല്യൂഷൻ ആയിരിക്കണം. അതായത് അവിടെ എന്തായിരിക്കണം? പാർട്ടിക്കിൾസ് സസ്പെൻഡ് ചെയ്ത് ഇങ്ങനെ കിടക്കണം. അങ്ങനെയുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സസ്പെൻഷനുകളിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ ലൈറ്റ് സ്കാറ്റർ ആവുകയും അതിലൂടെ ടൈനി പാർട്ടിക്കിൾസ് ഇലുമിനേറ്റഡ് ആകുകയും തിളങ്ങുകയും അങ്ങനെ ലൈറ്റിൻ്റെ പാത്ത് വിസിബിൾ ആകുകയും ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടിൻഡൽ ഇഫക്റ്റ്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടിൻഡൽ ഇഫക്റ്റ്. അപ്പോൾ എന്താണ്? ഒരു കൊളോയിഡിലോ അല്ലെങ്കിൽ ഒരു സസ്പെൻഷനിലൂടെയോ ലൈറ്റ് കടന്നു പോകുമ്പോൾ അതിനകത്തുള്ള ചെറിയ ചെറിയ പാർട്ടിക്കിൾസ്, അതിനകത്തുള്ള വളരെ ചെറിയ പാർട്ടിക്കിൾസ് ഇലുമിനേറ്റ് ആവുന്നു എന്ന് വെച്ചാൽ അത് ലൈറ്റിനെ തട്ടി സ്കാറ്റർ ചെയ്യിക്കുന്നു. ആ സ്കാറ്ററിങ്ങിലൂടെ നമുക്ക് ആ ലൈറ്റിൻ്റെ പാത്ത് കാണാൻ സാധിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നതെടാ? ടിൻഡൽ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ടിൻഡൽ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, വിൻ്റർ സമയത്ത് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി പാർട്ടിക്കിൾസിൻ്റെ സൈസ് കൂടുമ്പോൾ സ്കാറ്ററിങ്ങിൻ്റെ അളവ് കൂടുമെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അത് ടിൻഡൽ എഫക്റ്റിനും ബാധകമാണ്. ലാർജർ പാർട്ടിക്കിൾ കോസസ് മോർ ഇൻറ്റൻസ് സ്കാറ്ററിങ്. ഓക്കെ, ലാർജർ പാർട്ടിക്കിൾസ് സ്കാറ്ററിങ്ങിൻ്റെ അളവ് എന്ത് ചെയ്യും? കൂട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദ ഇൻറ്റൻസിറ്റി ഓഫ് സ്കാറ്ററിങ് ഡിപ്പെൻഡ് ഓൺ ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻ ദ കൊളോയിഡ്. ആസ് ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻക്രീസസ് ഇൻറ്റൻസിറ്റി ഓഫ് സ്കാറ്ററിങ് ഓൾസോ ഇൻക്രീസസ്. ഓക്കെയാണ്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ടിൻഡൽ എഫക്റ്റിൻ്റെ ഡെഫിനിഷൻ ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ടൊന്ന് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, വേറൊന്നുമില്ല. ആകാശത്തിലോട്ട് പോവാം. ആകാശത്തിൻ്റെ നിറം നീല നിറമായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം, ആകാശത്തിൻ്റെ നിറം നീല നിറമായി കാണുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല. ആകാശം നമ്മളൊന്ന് കാണിക്കുകയാണ്. ഇതാണ് ആകാശം എന്ന് പറയും. ഓക്കെ, ഇതാണ് അറ്റ്മോസ്ഫിയർ തുടങ്ങുന്നത്. ഇതാണ് നമ്മുടെ ഭൂമി. ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ് ആകാശം. സൂര്യപ്രകാശം വരികയാണ്. അതൊക്കെ ആര് വരികയാണ്? സൂര്യപ്രകാശം വരികയാണ്. സൂര്യപ്രകാശം ഈ അറ്റ്മോസ്ഫിയറിലോട്ട് എൻ്റർ ചെയ്തു. അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ട്? ചെറിയ ചെറിയ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, ഡസ്റ്റും ഗ്യാസും ഒക്കെ കൂടി ഇങ്ങനെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഒരു ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഒരു മിക്സ്ചറാണ്. അപ്പോൾ ഇതിലൂടെ ഈ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീന്, യെല്ലോ, ഓറഞ്ച്, റെഡ് ചേരുന്നതാണ്. അതിൽ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് കുറഞ്ഞ വയലറ്റ് ആദ്യം സ്കാറ്റർ ആവും. അത് ഇൻഡിഗോ സ്കാറ്റർ ആവും. അത് കഴിഞ്ഞ് ബ്ലൂ സ്കാറ്റർ ആവും. നമ്മളിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് കാണുന്ന ആരെയാണ്? ബ്ലൂവിനെയാണ്. കാരണം കണ്ണിന് കുറച്ചുകൂടി തിരിച്ചറിയാൻ ഭയങ്കര ഇഷ്ടം ആരെ തന്നെയാണ്? ബ്ലൂവിനെയാണ്. അതായത് ഈ പറയുന്ന ലൈറ്റ് റേസ് ഇവിടെ വരുന്നു, തട്ടി 4 ദിശയിലോട്ട് എന്ത് ചെയ്യുന്നു? സ്പ്രെഡ് ആവും. അങ്ങനെ ഈ നീല നിറം ലൈറ്റ് എന്ത് ചെയ്യും? നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുമ്പോൾ നമുക്ക് തോന്നും ആകാശം മൊത്തം എന്ത് കളറാണെന്ന്. ഈ പറയുന്ന ഒരു ആകാശ നീല നിറമാണെന്ന് നമുക്ക് തോന്നും. അങ്ങനെയാണ് ആകാശം നീലയാവുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുമല്ലേ, ആകാശമെങ്കിൽ വയലറ്റ് ആവണ്ടേ? വയലറ്റിലെ ആദ്യം പോകുന്നത്, അല്ലെ ഇൻഡിഗോ ആവണ്ടേ? അതെ, വയലറ്റും ഇൻഡിഗോയും ഒക്കെ അവിടെ ഉണ്ട്. പക്ഷേ എങ്കിലും ബ്ലൂ ആണ് നമുക്ക് കുറച്ചുകൂടി എന്താണ് കാണാനായിട്ട് താല്പര്യം. നമ്മുടെ കണ്ണിന് കുറച്ചുകൂടി
സെൻസിറ്റീവ് എന്ന് പറയുന്ന ബ്ലൂ ആയതുകൊണ്ട് നമ്മൾ നീലയായിട്ട് കാണുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ നിറങ്ങളെല്ലാം പിന്നെ ശ്രദ്ധിക്കാനായിട്ട് ഇത് മൊത്തം അങ്ങ് സ്കാറ്ററായി തീർന്നു എന്ന് പറയാൻ പറ്റത്തില്ല. കുറേയൊക്കെ ഉണ്ട്, ബാക്കി എന്ത് ചെയ്യും, നേരെ ട്രാവൽ ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരും. അത് നമ്മൾ കാണത്തില്ല, നമുക്ക് ആകാശത്തിൻ്റെ നീലേ കാണാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ എത്തുമ്പോഴാണ് പാർട്ടിക്കിൾസ് സ്കാറ്റർ ആവുന്നത്. സോ ആ സ്കാറ്ററായ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോൾ നമ്മൾ ആകാശം നീലയായിട്ട് കാണും. ബാക്കി ലൈറ്റ് ഇങ്ങനെ വരുന്നുണ്ട്, അത് ചെറിയ രീതിയിൽ സ്കാറ്റർ ചെയ്ത് പോകുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആകാശം നീലയാവുന്നത് എന്തുകൊണ്ടാണ്? സൂര്യപ്രകാശത്തിനകത്ത് വിബ്ജിയോറുണ്ട്. ഈ പറയുന്ന സൺലൈറ്റ് അറ്റ്മോസ്ഫിയറിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് സ്കാറ്ററിങ് സംഭവിക്കും. ഇതാ കണ്ടോ, ഓരോ പാർട്ടിക്കിൾസ് തട്ടിയിട്ട് ആ പാർട്ടിക്കിൾസ് ലൈറ്റിനെ എന്ത് ചെയ്യും, നാലാ ദിശയിലോട്ടും തട്ടിവിടും. നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ ഈ ലൈറ്റ് കണ്ടിട്ടാണ് നമുക്ക് ആകാശം എന്തായിട്ട് തോന്നുന്നത്, ഈ കാണുന്ന നീല നിറമായിട്ട് തോന്നുന്നു. സോ ഷോർട്ടർ വേവിലെന്ത് ലൈറ്റായിട്ടുള്ള വയലറ്റും ഇൻഡിഗോയും ബ്ലൂവും ഒക്കെ എന്ത് ചെയ്യും, സ്കാറ്റർ ചെയ്യും നന്നായിട്ട്. അതിൽ നമ്മൾ കൂടുതലും കാണുന്നത് ബ്ലൂവിനെയാണ്, കാരണം നമ്മുടെ കണ്ണിന് കൂടുതൽ വിസിബിൾ എന്ന് പറയുന്ന ബ്ലൂ ആണ്. അങ്ങനെ സ്കാറ്റർ ചെയ്ത ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണിലോട്ട് എത്തുകയും നമ്മുടെ ആകാശം നീല നിറത്തിൽ കാണുകയും ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മുടെ ആകാശം ഏത് കളറിൽ കാണുന്നത്, നീല നിറത്തിൽ കാണുന്നത് അല്ലേ. കണ്ടോ, ഏറ്റവും കൂടുതൽ സ്കാറ്ററിങ് ആവുന്ന കളർ ഏതാ, വയലറ്റ് ആണ്. ദെൻ വിച്ച് കളർ ഓഫ് ദ ലൈറ്റ് സ്പ്രെഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ അല്ലേ. ദെൻ വിച്ച് കളേഴ്സ് ഓഫ് ലൈറ്റ് ഏതൊക്കെയാണ്, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ആണ് പ്രധാനമായിട്ടും സ്പ്രെഡ് ആവുന്നത്. കണ്ടോ, നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇതിനകത്ത് വിബ്ജിയോർ ഉണ്ട്, അതിൽ വയലറ്റ് ഇതാ കിടക്കുന്നു, ബ്ലൂ ഇതാ കിടക്കുന്നു. കൂടുതലും സ്പ്രെഡ് ആവുന്നത് ബ്ലൂ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ആകാശം എന്ത് കളറിൽ കാണുന്നു, നീല നിറത്തിൽ കാണുന്നു. നെക്സ്റ്റ് വരുന്നത് സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും ചുവപ്പ് നിറമാകുന്നതിൻ്റെ കാരണമാണ്. അപ്പോൾ സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും ചുവപ്പ് നിറമാകുന്നതിൻ്റെ കാരണം ചോദിച്ചാൽ അതും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെ. അപ്പോൾ അതിന് നമ്മൾ ആദ്യം നമ്മളെ ഭൂമിയെ കാണിക്കണം. ഇതാണ് നമ്മുടെ ഭൂമി. ഭൂമിയുടെ ചുറ്റുമാണ് എന്തുള്ളത്, നമ്മുടെ അന്തരീക്ഷമുള്ളത് അല്ലേ. സോ ഇതാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഭൂമിക്ക് ചുറ്റും ഈക്വൽ ആയിട്ടല്ലേ എന്ന് ചോദിക്കും. അതേ, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു രീതിക്ക് വരച്ചേക്കും. ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, അപ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ അന്തരീക്ഷം. സൂര്യൻ ഉദിച്ചു, സൂര്യൻ്റെ ലൈറ്റ് ഇങ്ങനെ വരികയാണ്, സഞ്ചരിക്കുകയാണ്. എന്ത് പറ്റി, വയലറ്റ് പോയി സ്കാറ്റർ ചെയ്തു, ഇൻഡിഗോ പോയി, ബ്ലൂ, ഗ്രീന്, യെല്ലോ, ഓറഞ്ച്. ഈ വരുന്ന വഴിക്ക് ഓരോ കളറായിട്ട് സ്കാറ്റർ ചെയ്ത് ഏറ്റവും അവസാനം നമ്മുടെ അടുത്ത് എത്തുന്ന ഏതായിരിക്കും, റെഡായിരിക്കും. അപ്പോൾ നമുക്ക് ആകാശം മൊത്തം എന്തായിട്ട് തോന്നും, റെഡായിട്ട് തോന്നും. എന്തായിട്ട് തോന്നും, സൂര്യനും റെഡായിട്ട് തോന്നും. ആകാശം ഒരു ഓറഞ്ച് കളറിലാണ് കാണുന്നത്, റെഡിനെക്കാളും അല്ലെ. സൂര്യനാണ് ഒരു റെഡിഷ് കാണുന്നത്, ആകാശമൊക്കെ ഒരു ഓറഞ്ചാണ് കാണുന്നത്. കാരണം എന്താ, ഈ വരുന്ന വഴിക്ക് ഓരോ കളറായിട്ട് പോയി അല്ലേ. വയലറ്റും ഇൻഡിഗോയും ഒക്കെ അങ്ങ് പോയി, പിന്നെ ഉള്ള ബ്ലൂ തൊട്ട് ഗ്രീൻ തൊട്ട് യെല്ലോയും ഓറഞ്ചും ഒക്കെയാണ് ഇങ്ങനെ സ്പ്രെഡായി എല്ലാം കൂടി നമുക്കൊരു ഓറഞ്ചായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താ ഉച്ചയ്ക്ക് എങ്ങനെ തോന്നാത്ത കാരണം, ഉച്ചയ്ക്ക് സൂര്യപ്രകാശം വന്നു, ഇതേ അറ്റ്മോസ്ഫിയറിലൂടെ സഞ്ചരിച്ചു. ഈ വയലറ്റും ഇൻഡിഗോയും ഒക്കെ എത്തുമ്പോൾ തന്നെ സൂര്യപ്രകാശം എവിടെ എത്തിക്കഴിഞ്ഞു, നമ്മുടെ അടുത്ത് എത്തി. ദൂരം നോക്കടാ, രാവിലെ ആകുമ്പോൾ സൂര്യൻ്റെ പ്രകാശം അറ്റ്മോസ്ഫിയറിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിച്ചാണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. ഉച്ച സമയമാകുമ്പോൾ ദൂരം എന്താണ്, കുറവാണ്. അപ്പോൾ ദൂരം കുറവാകുമ്പോൾ സ്കാറ്ററിങ്ങിൻ്റെ അളവ് എന്തായിരിക്കും, കുറവായിരിക്കും. കാരണം പാർട്ടിക്കിൾസ് കുറച്ച് മാത്രമേ സ്കാറ്റർ ചെയ്ത് പോകുന്നുള്ളൂ അല്ലെ, കുറച്ച് എനർജി മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ. ഇനി വൈകിട്ടാകുമ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീന്, യെല്ലോ, ഓറഞ്ച് ഒക്കെ പോയിട്ട് ആരെത്തും, റെഡ് എത്തും. സോ സൂര്യൻ നമ്മൾ എന്ത് കളറിൽ കാണും, റെഡ് കളറിൽ കാണും. കാരണം എന്താ, ഈ ദൂരം കൂടുതലാണ് അല്ലേ. കൂടുതൽ ദൂരം അറ്റ്മോസ്ഫിയറിലൂടെ സഞ്ചരിച്ചിട്ടാണ് രാവിലെയും അതുപോലെ വൈകിട്ടും സൂര്യപ്രകാശം നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തായിട്ട് തോന്നും, സൂര്യൻ്റെ കളർ ചുവപ്പായിട്ട് തോന്നും. അതായത് ഡ്യൂറിങ് സൺറൈസ് ആൻഡ് സൺസെറ്റ്, സൺറൈസ് ട്രാവൽ അറ്റ് എ ലോങ്ങർ ഡിസ്റ്റൻസ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ ടു റീച്ചസ്. കണ്ടോ, കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരും ദാൻ നൂൺ, ഉച്ചയ്ക്കുള്ളതിനേക്കാളും. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് സഞ്ചരിക്കുന്ന കാരണം ഷോർട്ടർ വേവ് റേഡിയേഷൻസ് ആയിട്ടുള്ള വയലറ്റും ബ്ലൂവും ഇൻഡിഗോയും ഒക്കെ എന്ത് ചെയ്യും, കൂടുതലായിട്ട് സ്കാറ്റർ ചെയ്ത് ഏതാണ്ട് അങ്ങ് ഇല്ലാണ്ടായിപ്പോൾ സ്കാറ്റർ ചെയ്ത് അങ്ങ് തീരും. ലോങ്ങർ വേവ് ലെങ്തിലുള്ള റെഡും ഓറഞ്ചും യെല്ലോയും ഒക്കെ ആയിരിക്കും ലെസ് സ്കാറ്റർ ചെയ്ത് നമ്മുടെ അടുത്ത് എത്തുന്നത്. സോ നമ്മൾ സൂര്യനെ റെഡായിട്ടും ആകാശം ഓറഞ്ച് മഞ്ഞയൊക്കെ ആയിട്ട് കാണുന്നത്. സോ റെഡ്, യെല്ലോ ആൻഡ് ഓറഞ്ച് കളേഴ്സ് ബിക്കം പ്രോമിനൻറ്റ്, മേക്കിംഗ് ദ സൺ അപ്പിയർ റെഡിഷ് ഓർ ഓറഞ്ച്. സെറ്റാണ്. അപ്പോൾ കൂടുതൽ ദൂരം അറ്റ്മോസ്ഫിയറിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ടാണ് എന്ത് പറ്റുന്നത്, ഷോർട്ടർ വേവ് ലെങ്ത് ആൾക്കാർ പോകുന്നതും ബാക്കിയുള്ളവർ നമ്മൾ കൂടുതലായിട്ട് കാണുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണെന്തെന്ന് പറയുന്നത്, സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും ചുവന്ന നിറത്തിൽ കാണുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. ഇത്രയും പറയുമ്പോഴത്തേക്കും ഒരു സെറ്റ് ഓഫ് ടോപ്പിക് അങ്ങ് തീരുക. ഇനി വരുന്നത് എന്താണ്, ഐ ആൻഡ് വിഷനാണ്. അത് അടുത്ത ക്ലാസ് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് നോക്കിയേ, ഈവനിങ്ങിലും മോർണിംഗിലും കൂടുതലാണ്, നൂണിൽ കുറവാണ്. അപ്പോൾ എന്ത് പറ്റും, ലീസ്റ്റ് സ്കാറ്റർ ചെയ്യുന്ന റെഡ്, അതുപോലെ എന്താണ് ഓറഞ്ച്, യെല്ലോ ഒക്കെ ആയിരിക്കും കൂടുതൽ കാണുന്നത്. സോ നമ്മളത് കൂടുതൽ കാണും. സോ ഇതാണ് സംഭവം എന്ന് പറയും. സെറ്റല്ലേ?
ഓക്കെ അല്ലേ? മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നില്ലേ? സോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.